എന്താണ് ഉണ്ടാക്കുന്നത്? ബീഫ് കറി. ഇന്നലെ വെച്ച ബീഫ് ഫ്രൈഡ് വേവിച്ച ബാക്കി ഇനിയും ബീഫ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് ബീഫ് കറി ഉണ്ടാക്കാന്ന് വെച്ചു. സൺഡേ സ്പെഷ്യൽ ബീഫ് കറി. നമുക്കിവിടെ ഒരു കാറ്റുള്ള ദിവസമാണല്ലേ? കാറ്റുണ്ട്, മഴക്കാറുണ്ട്. മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്. ഗരം മസാല. യെസ്, ഗരം മസാല പൊടിക്കണം കുറച്ചുകൂടി. നമ്മൾ അങ്ങനെ മസാല മേടിക്കാറേ ഇല്ല, ഇറച്ചി മസാല. നമ്മളെന്താ ബീഫിനോട് കഴിക്കുന്നത്? പൊറോട്ട, ഫ്രോസൺ പൊറോട്ട ഉണ്ട്, നമുക്ക് സെറ്റ് ആക്കണം. ിൽ പുല്ലുണ്ടെങ്കിൽ പുല്ല് വിട്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ കോക്കനട്ട് വാട്ടർ ഇങ്ങനെയാണ് കിട്ടുന്നത്. കരിക്ക് ഇരിപ്പുണ്ട്, കരിക്കായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കോക്കനട്ട് വാട്ടർ ഇങ്ങനെ മേടിക്കും. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുവാണ്. ഇമ്പോർട്ടൻ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത്തവണത്തെ ബീഫ് അടിപൊളിയായിരുന്നു. മീൻസ് ഭയങ്കര എനിക്ക് സോഫ്റ്റ് ആയിട്ട് തോന്നി. ഭയങ്കരമായിട്ട് പുറത്ത് നല്ല കാറ്റാണ്. പക്ഷെ നല്ല രസമുള്ള തണുപ്പാണ്. വലിയ കൊടും തണുപ്പല്ല ഇന്ന്. വിന്റർ തുടങ്ങിയെങ്കിലും ഇവിടെ ഇപ്പം ഡിപ്പെൻസ് ആണ്. ബീഫ് തിളയ്ക്കുന്നത് നോക്കി നിൽക്കുന്ന ഞങ്ങള്. അയ്യോ, എന്താണ് തിളയ്ക്കുന്ന ശബ്ദം കേൾക്കാൻ എന്ത് രസം. സ്മെല്ലോടിപൊളി. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് വലിയ പരിപാടികളൊന്നും നമുക്കില്ല. എന്നാലും ഒരു പരിപാടിയുണ്ട്. ഫുഡടി ഉണ്ട്. പിന്നെ മീനുട്ടിക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കും നമ്മൾ.
കാണിച്ചു തരാം. Hello there. ഇതാണ് ഞാൻ ആ പറഞ്ഞ സാധനം. ഹലോ. ഓ സോറി. ഹായ്. Isn't it? Oh, isn't it? Come on, Ollie. Look at this. Penny, look at this. Go on. Too excited. Dang dog's too excited to go to the house. Hey, Wow, that's good name. That's so beautiful. look, big one and a little one. Yes, yes. I thought they were going to be pretty close together. Wow. Hey there. Hey. That's so nice. Hey. So nice. What? So how did you come up with the names? Oh, she put the name. Me, I put the name. Just because she's a nutty dog. Hello. Look at this. Look at this thing, will you? Look at this. Ollie, look at this. Where did you go? Oh, Leo, be quiet. Come see, come see. Go to your house now. But do you think she's going to go in her house, Ollie? You better be watching. Here she goes. Look, come here quick. Oh, look, she's got it now. Mate, you might want to put a piece of carpet or something in. Okay, yeah, sure, sure. Or a blanket. She went in her house. Look at it. Wow. അങ്ങനെ നമ്മുടെ മീനുട്ടിക്ക് ഒരു കൂട് കിട്ടി. മീനുട്ടി പോയി കൂട്ടി കയറി. മീനുട്ടി നീ ഇങ്ങനെ നിൽക്കാതെ പോയി കൂട്ടി കയറിടി. ഡാൻസ് കളിയാണ്. ഇതേ ഇവിടെ ഒരാൾ വന്ന് അതിനകത്തോട്ട് കയറാൻ വേണ്ടി നിൽക്കുവാണ്. കയറടി ഏഞ്ചലേ, നീയും കയറിയിരിക്കടി ഏഞ്ചലേ. പുതിയ സാധനമാണല്ലോ എന്നാണ് ഏഞ്ചൽ നോക്കുന്നത്. മണത്തൊക്കെ നോക്കുക. നിന്റെ പേരല്ലടി അത്. അവരെല്ലാം പരീക്ഷിച്ചു. അവരെല്ലാം ആദ്യം പയ്യെ പയ്യെ ചെന്ന് മണത്ത് നോക്കിയിട്ടൊന്ന് പരീക്ഷിക്കുക. കേറാൻ പറ്റുമോ? കയറും. അവൾ എന്തായാലും കയറും അതിനകത്ത്. കേറടി, നിന്റെ ആഗ്രഹമല്ലേടി, കേറ്. ആ അവള് കേറി. ഇരുട്ടും പ്രശ്നമല്ലോ. പക്ഷെ മീനോട്ടിക്ക് അതിനകത്ത് ഇത്തിരി ഇരുട്ട് ആയതുകൊണ്ടാണ് മീനോട്ടി ഇത്ര ടൈം എടുക്കും കയറി വരാൻ. പക്ഷെ ഇവള് ലിയോടെ അതിനകത്ത് കേറുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത് കണ്ണിന് പേടിപ്പിച്ചിരിക്കണോണ്ടല്ലോ. ഏഞ്ചലിനെ ഇഷ്ടപ്പെട്ടോടി? ഏഞ്ചലിനെ ഇഷ്ടപ്പെട്ടോ? വരുന്നു. ഞാൻ കണ്ടുപിടിച്ചു തരാം. നമ്മളിന്ന് ഉച്ചയ്ക്ക് നമ്മുടെ പൊറോട്ടയാണ് കഴിക്കാൻ പോകുന്നത്. ഫ്രോസൺ പൊറോട്ടയാണ്. യെസ്. ചൂടായ പാനിലേക്ക് നമ്മുടെ ഫ്രോസൺ പൊറോട്ട തിരിച്ചും മറിച്ചും വയ്ക്കും. ഇന്നൊരു പിടി പിടിക്കും അല്ലേ? പൊറോട്ടയും ബീഫും. അതെ, പൊറോട്ട ആൻഡ് ബീഫ് ഇന്നൊരു പിടി പിടിക്കും. ഒന്നൊന്നര പിടി പിടിക്കുന്നു.
പിന്നെ കുക്കുമ്പറും പിടിച്ചു നടക്കുവാണോ? എവിടെ പോവാ? എവിടെ പോവാ? പോകുന്നില്ല എങ്ങും? പോവാണോ? ഉണ്ടോ പൊറോട്ടയുടെ കളർ മാറി മാറി വരുന്ന കണ്ടോ? നമ്മളങ്ങനെ ചപ്പാത്തി ഇതുവരെ അങ്ങനെ മേടിച്ചിട്ടില്ലല്ലേ? പ്രോസൻ ചപ്പാത്തി മേടിച്ചിട്ടില്ല. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സുഖം. ചപ്പാത്തി എനിക്ക് ഉണ്ടാക്കാനാണ് സുഖമായിട്ട് തോന്നുന്നത്. എല്ലാം കൂടി ആയിട്ട് അടിക്കാം. ലിയോ പോയി ശൂശു വയ്ക്കണോ? സ്റ്റേ. You're free. Good boy. Leo, push shushu again. Shushu out. Go. Come here. Go. Shushu. Shushu വെച്ചിട്ട് വാ. മോണി പൊറോട്ട ഉണ്ടാക്കുമ്പോഴേക്കും ഞാനൊരു സാലഡ് ഉണ്ടാക്കാമെന്ന് വെച്ചു. സാലഡ് ഉണ്ടാക്കി. സാലഡ് അതെ കുറച്ച് ക്യാബേജ് അരിഞ്ഞത്, പിന്നെ ഈ റെഡ് ഒണിയൻ, പിന്നെ ഒലീവിൻ്റെ കുറച്ച് കായിട്ടു, പിന്നെ കുറച്ച് വാൽനട്ട് ഇട്ടു, ആപ്പിള്, കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു വെറുതെ. എന്നിട്ടിങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്ത് നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ടൊരു സാലഡ്. വേണമെങ്കിൽ മയോണൈസോ സോസോ ഒക്കെ ഒഴിക്കും, പക്ഷെ ഞാനങ്ങനെ ഒഴിക്കുന്നില്ല. ജസ്റ്റ് ഒലിവ് ഓയിൽ ഒഴിച്ചല്ലോ. ഇനി സോൾട്ടിൻ്റെ ആവശ്യമില്ലായിരിക്കും, കാര്യം ഈ ഒലിവിനൊക്കെ ഒരുവിധം സോൾട്ടി ആണ്. പണ്ട് നമ്മളിങ്ങനെ ചെയ്യത്തില്ലായിരുന്നല്ലേ മോൻസേ? ഞാൻ ഏത് വീഡിയോക്കകത്ത് കണ്ടോ ഇങ്ങനെ അടിക്കുവാണെങ്കിൽ ഒന്ന് ഫ്ലഫി ആയിട്ട് കിട്ടും. ലെയറായിട്ട് കിട്ടും. പൊറോട്ടയ്ക്ക് വേണ്ടി എത്ര പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്? അവർക്കറിയത്തില്ല, അവർക്ക് പൊറോട്ട കിട്ടത്തില്ല. Minuti, great time. Good girl. Good girl. നീ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുക കേട്ടോ. ലീകൂട്ടാ, great time. Come here. Good boy. See you later. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ അവർ രണ്ടവരെ അകത്ത് കയറ്റി. ഷിയാ ഉറങ്ങിക്കോ കേട്ടോ. ചാറൊഴിച്ചോ, കുഴപ്പമില്ല. ഉപ്പിട്ടിട്ടില്ല, ജസ്റ്റ് ഒലിവ് ഓയിലും, പിന്നെ ഒലിവ് ഓയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നമ്മുടെ ഒലിവിൻ്റെ സീഡിന് സോൾട്ടി ആണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ, വെറുതെ എന്തിനാ സോൾട്ടി ആയിട്ട് കഴിക്കണം. ഞങ്ങളങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ കുറച്ച് മടിയാണ്. ഞങ്ങളിവിടെ വന്ന് ടി വി ഇട്ട് ഇവിടെ വന്നിരിക്കാറാണ് പതിവ്. എങ്ങനെയുണ്ട് ബീഫ് കറി? അടിപൊളിയായിരിക്കുമേ. ബീഫ് കറി സ്വന്തമായിട്ട് വെച്ചോണ്ടാണ് ഈ കുഴപ്പമില്ല എന്ന് പറയുന്നത്.
ബീഫ് നല്ല ടെൻഡറാണ്, അടിപൊളി, നല്ല സോഫ്റ്റാണ്. നല്ല ബീഫ് കറി. ഒരു നാട്ടിലൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പോലെ ഭയങ്കര ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ ചെറിയൊരു എരിവുണ്ട്, പക്ഷെ രസമാണത്. ആ എരിവിനൊപ്പം ഇങ്ങനൊരു സാലഡ് ഉണ്ടെങ്കിൽ അതൊരു നല്ല രസമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡറായിട്ടുള്ള ബീഫ്. പൊറോട്ട നല്ല ചാറൊക്കെ അങ്ങോട്ട് സെറ്റായി. പൊറോട്ട നമ്മളങ്ങനെ എപ്പോഴും കഴിക്കത്തില്ല, അതുകൊണ്ട് കഴിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഫീൽ കിട്ടുന്നു. അടിപൊളി. ഇതുണ്ടോ, അത് നമ്മുടെ പച്ച ക്യാബേജാണ്. വെറുതെ കഴിക്കാം.